സമൂഹത്തിന്റെ സാംസ്കാരികവും ബൗദ്ധികവുമായ വളർച്ചയിൽ ഗ്രന്ഥശാലകളുടെ പങ്ക് വലുതാണെന്ന് മന്ത്രി വി.എൻ. വാസവൻ പറഞ്ഞു. അറിവിന്റെ ലോകത്തെ വഴികാട്ടിയാണ് ഗ്രന്ഥശാലകളെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. കുറുമുള്ളൂർ എ.വി. ജോർജ് മെമ്മോറിയൽ പബ്ലിക് ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ആലപ്പി രംഗനാഥ് മരങ്ങാട്ടിൽ ലൂക്ക ആശാൻ അനുസ്മരണവും MLA ഫണ്ടിൽ നിന്നും അനുവദിച്ച ലാപ്ടോപ്പുകളുടെ വിതരണോദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. സിനിമയിൽ ബഹുമുഖ പ്രതിഭയാണ്. കഥയും തിരക്കഥയും സംവിധാനവും അഭിനയവും നിർമ്മാണവുമെല്ലാമായി രംഗത്ത് വന്നിട്ടുള്ള ഭരത് ബാലേന്ദ്ര മേനോനാണ് കഴിഞ്ഞ ദിവസം ആലപ്പി രംഗനാഥിൻ്റെ പേരിലുള്ള അവാർഡ് കൊടുത്തത്. അത് കൊടുക്കാൻ ഞാൻ അവിടെ പോയിരുന്നു. കഴിഞ്ഞ മുമ്പത്തെ പ്രാവശ്യവും പോയിരുന്നു. ആലപ്പി രംഗൻ മാഷക്ക് യഥാർത്ഥത്തിൽ നീണ്ടൂരിലാണ് അദ്ദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങ് നടന്നത്. നീണ്ടൂരിൽ അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയുന്ന ഒരു സ്മാരകം എന്തെങ്കിലും ഉണ്ടാവേണ്ടതാണ്. ഏതായാലും ഇപ്രാവശ്യത്തെ ബഡ്ജറ്റിൽ ആലപ്പി രംഗൻ മാഷയുടെ പേര് മെൻഷൻ ചെയ്യാൻ ഞാൻ എഴുതി കൊടുത്തിട്ടുണ്ട്. അത് ചങ്ങനാശ്ശേരിയിലായാലും കൊള്ളാം, ഇവിടെ ആയാലും കൊള്ളാം. അങ്ങനൊരു സ്മരണ നമുക്ക് നിലനിർത്താൻ കഴിയേണ്ടതാണ്. കാരണം ഒരു കാലഘട്ടത്തിൽ അദ്ദേഹം സംഗീത ലോകത്തിന് നൽകിയിട്ടുള്ള വിലപ്പെട്ട സംഭാവനകൾ, രചനാ വൈഭവത്തിലും ഒപ്പം സംഗീതം നൽകുന്നതിലും അദ്ദേഹത്തിൻ്റെ പ്രാവീണ്യം നിരവധി സിനിമകൾക്ക്, നൃത്തനാടകങ്ങൾക്ക്, അതേപോലെ തന്നെ ക്ലാസിക്കൽ കലയ്ക്ക് ഒക്കെ അദ്ദേഹത്തിൻ്റെതായ വിലപ്പെട്ട സംഭാവന ഉണ്ട്. യോഗത്തിൽ ലൈബ്രറി പ്രസിഡന്റ് ടോമി ജോസഫ് അധ്യക്ഷത വഹിച്ചു. ആലപ്പി രംഗനാഥ് അനുസ്മരണം പ്രൊഫസർ അജു കെ നാരായണൻ നടത്തി. കാവ്യഭംഗി തുളുമ്പുന്ന സംഗീത ശില്പമായിരുന്നു ആലപ്പി രംഗനാഥ് എന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. രണ്ട് വ്യത്യസ്ത കാര്യങ്ങൾ ഒന്നിച്ചു കൂടിച്ചേരുകയാണ്. സംഗീതം ശബ്ദത്തിന്റെ വഴിയാണ്, ശില്പം എന്നത് കാഴ്ചയുടെ വഴിയാണ്. ശബ്ദവും കാഴ്ചയും ശ്രവണവും നമ്മളുടെ കാണലും ഒന്നിച്ചു ചേരുന്ന വാക്കായി ഈ സംഗീത ശില്പം മാറിത്തീരും. അങ്ങനെ കേൾവിയെ എങ്ങനെ നമ്മൾ കാഴ്ചയാക്കും എന്നൊരു ചോദ്യമുണ്ട്. കാണൽ എന്നത് കേൾവിയായി മാറുന്നു, കേൾക്കുന്നത് കാണാൻ കഴിയുന്നു എന്നർത്ഥമാണ് സത്യത്തിൽ ഈ സംഗീത ശില്പം എന്ന വാക്കിനകത്തുള്ളത്. ആ വാക്ക് കേൾക്കുമ്പോൾ മലയാളിത്തൊന്നും ആലോചിക്കാറില്ലെങ്കിലും സത്യത്തിൽ ഈ കാണലും കേൾവിയും കൂടി ചേരുന്ന ഒരു അനുഭവമാണ് സംഗീത ശില്പം എന്നത്. സംഗീതത്തെ മാന്ത്രിക വഴിയാക്കിയിട്ടുള്ള ആൾക്കാരുണ്ട്, സംഗീതത്തെ പ്രകടനമാക്കിയ സംഗീതജ്ഞർ നമുക്കുണ്ട്. പക്ഷെ സംഗീതത്തെ ശില്പമാക്കിയവർ എത്ര പേർ എന്ന ചോദ്യം പ്രസക്തമാണ് എന്ന് തോന്നുന്നു. ഒരു പക്ഷേ ഒരു ശില്പചാതുരി ഉള്ളതുകൊണ്ടാവാം രംഗമാഷ് അത് കഴിഞ്ഞത് എന്ന് ഞാൻ ധരിക്കുന്നു. മരങ്ങാട്ടിൽ ലൂക്ക ആശാൻ അനുസ്മരണം നീണ്ടൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സവിത ജോമോൻ നിർവഹിച്ചു. ചടങ്ങിൽ ലൈബ്രറി മുൻ സെക്രട്ടറി പഴുപറമ്പിൽ ലോബ് വർക്കിയുടെ ഫോട്ടോ അനാച്ഛാദനം മന്ത്രി നിർവഹിച്ചു. പൊതുപ്രവർത്തകരും ലൈബ്രറി ഭാരവാഹികളുമായ MS ഷാജി, B ശശികുമാർ, ആനന്ദ് ബാബു, CP തോമസ് തുടങ്ങിയവർ പങ്കെടുത്തു.